ഹലോ ലേഡീസ് അവൻ്റെ കുക്കറി സെഗ്മെന്റിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ കുക്കറി സെഗ്മെന്റിൽ നമ്മളിവിടെ പോകുന്നത് നമ്മുടെ സ്വന്തം ഷാഹിനത്തെയാണ്. അപ്പോൾ നമുക്ക് ഷാഹിനത്തെ സ്വാഗതം ചെയ്യാം നമ്മുടെ ഷോയിലേക്ക്. വെൽക്കം ടു ദ ഷോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉള്ളത് തിരുവനന്തപുരം എവിടെയാണ്? മണക്കാടാണ് ഉള്ളത്, കല്ലാട്ടുമുക്ക് എന്ന സ്ഥലത്ത്. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരെന്താണ്? ബേക്ക്ഡ് ആൻഡ് കുക്ക്ഡ് എന്നാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര്. ഇന്ന് നമ്മൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണല്ലോ ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു വേറെ ഇവിടെ ഒന്നും അവൈലബിൾ അല്ല എന്ന് തോന്നുന്നു. അവൈലബിൾ അല്ല. ഓക്കെ, അപ്പോൾ എന്താണ് ആ ഡിഷിൻ്റെ പേര്? നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിൻ്റെ പേരാണ് ഖമീർ. നല്ല പേരാണല്ലോ, നല്ല സൂപ്പർ പേരാണല്ലോ ഖമീർ. ഓക്കെ, എന്താണ് ഡിഷ്? സ്വീറ്റാണ് എന്ന് വെച്ചാൽ നല്ല ഹെവി ആയിട്ടുള്ള മധുരമല്ല, ഒരു ലൈറ്റ് മധുരമുള്ളത്. അതെ, അതും ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു ഐറ്റമാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് മെല്ലെ ഉണ്ടാക്കി തുടങ്ങാം അല്ലേ? ഓക്കെ, എന്നൊക്കെയുള്ളത്? ഇത് എന്നതാ? അത് പനിനീറാണ്. പനിനീരോ? തേനാണ്. തേന്. ഓക്കെ, സ്വീറ്റിന് വേണ്ടിയിട്ടല്ലേ? അതെ. ഇത് എന്നതാ? ജീരകം. ഓക്കെ, പാല്, ഏലക്കാപ്പൊടി. ഓക്കെ, മൈദ. അത് പഞ്ചസാര പൊടിച്ചത്. ഓക്കെ, ഉപ്പ്, ഈസ്റ്റ്. ഓക്കെ, എണ്ണ. ഒലിവ് ഓയിലാണ് കേട്ടോ. ഓക്കെ, ഒലിവ് ഓയിലാണ് അല്ലേ? ഇതും നമ്മൾ ചേർത്ത് കുഴയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈസ്റ്റ് ഒക്കെ ഇട്ട് നമ്മൾ വെക്കുമ്പോൾ ബാറ്റർ സെറ്റ് ചെയ്യാൻ കുറച്ച് ടൈം വെക്കേണ്ടി വരും. നമ്മളത് സെറ്റ് ചെയ്തിട്ട് 2 മണിക്കൂർ അടച്ചു വെച്ചിരിക്കണം. ഓക്കെ, അതിൻ്റെ പരുവം 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തുടങ്ങിയാലോ നമുക്ക് മെല്ലെ? നമുക്ക് തുറക്കാം. ഓക്കെ, എന്നാ ആദ്യം വേണ്ടേ? ആദ്യം മൈദ. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും? അപ്പോൾ അതനുസരിച്ചല്ലേ നമ്മൾ ക്വാണ്ടിറ്റി എടുത്തേക്കുന്നേ? ഞാൻ ഇപ്പോൾ 200 ഗ്രാം എടുത്തിട്ടുണ്ട് മൈദ വന്നിട്ട്. ഓക്കെ, നമുക്കപ്പോൾ എത്ര എണ്ണം? എന്താണ്? ഖമീറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഖമീർ എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും? നമുക്കൊരു 15 എണ്ണം വരെ ഇതിലുണ്ടാക്കാം. 15 എണ്ണം വരെ ഈ 200 ഗ്രാം മൈദയിലും ഈ കണ്ടൻസിൽ ഈ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പം 200 ഗ്രാം ഇടുകയാണ് ഞാൻ ഇങ്ങോട്ട്. ഓക്കെ, പഞ്ചസാര പൊടിച്ച് മൊത്തം ഇടുവാണോ? നമ്മൾ മൊത്തം ഇടത്തില്ല, എൻ്റെ കുറച്ച് ഭാഗം മാത്രമേ എടുക്കുള്ളൂ. ഇത് ഒരു കപ്പിൽ നമ്മളൊരു 1/4 കപ്പ് ഇട്ടു ഇപ്പോൾ. അതെ, ഇനി എന്നതാ വേണ്ടേ? ഉപ്പ് വേണ്ടേ? ഉപ്പ് വേണം. ഒരു പൊടിക്ക് ഉപ്പ് വന്നിട്ട് നമ്മളൊരു നുള്ളിന് ഇട്ടാൽ മതിയാവും. ഒരു ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, ഇനി എന്നതാ? ഏലക്കാപ്പൊടി ജസ്റ്റ് ഒരു ഫ്ലേവറിന് മാത്രം ഇട്ടാൽ മതി. അത് ഏലക്ക നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി വന്നിട്ട് നമുക്ക് പാല് ഇപ്പം നമ്മൾ നമുക്കൊരു ഇത്രയും എടുത്തതിന് ഒരു 1/4 കപ്പ് അത്രയും പാൽ മതിയാവും. 1/4 കപ്പിനും കുറച്ചും കൂടെ താഴെയായിട്ട് മതിയാവും. ഓക്കെ, ഇനി ഒലിവ് ഓയിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതെ, അത് വന്നിട്ട് 2 ടേബിൾ സ്പൂൺ അത്ര മതിയാവും. ഇതിപ്പോൾ 4 വർഷമായിട്ട് ഈ ഫീൽഡിലായതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഒഴിച്ചാൽ മതി. നമ്മളൊക്കെ അറിയാത്തവരാണെങ്കിൽ ആളൊന്നും ഒഴിക്കാം കേട്ടോ. ഇനി എന്നതാ വേണ്ടേ? പനിനീർ. അതെ, പനിനീരിൻ്റെ ഫ്ലേവർ അനുസരിച്ച് ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ 2 ഒത്തിരി ഒഴിച്ചാലും അത് ഹെവി ആയിട്ട്. അതെ, അപ്പോൾ അതനുസരിച്ച് ആവശ്യത്തിന് ഒഴിച്ചാൽ മതിയോ. ഓക്കെ, ഇനി വേണ്ടത് ഈസ്റ്റാണ്. തേനിപ്പോഴല്ല. ഓക്കെ, ഈസ്റ്റ്. അതെ, ഈസ്റ്റ് വന്നിട്ട് ഞാൻ 1 ടീസ്പൂണാണ് ഇടുന്നത്. ഓക്കെ, 1 ടീസ്പൂൺ ഇടണം. അതെ, ഓക്കെ, ഒരു കല്ലും കൂടെ വന്നിട്ട് ഇത്രയാണ് ഇടുന്നത്. ഇനി ഇതിനെ നമ്മൾ കുഴച്ചെടുക്കണം. നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കുഴച്ചെടുക്കും. ഇതിനെ നമ്മൾ 2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കണമെന്ന് പറഞ്ഞു. അതെ, ഇത് ഇത്രയും മിക്സ് ചെയ്യാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്താൽ മതി. ഓക്കെ, നമ്മൾ എന്തായാലും ഓരോ ബാറ്റർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതെ, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 hours നമ്മുടെ ഷൂട്ടിന്റെ ഇടയിൽ നമുക്ക് അതിനൊരു ടൈം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം അപ്പോൾ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് ഇത് കുഴയ്ക്കുന്ന കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ജീരകവും കൂടെ ചേർക്കാം. ഓക്കെ, ഇടട്ടെ. എത്ര ഇടണ്ടേ? അത്ര മതി. അപ്പോൾ ഇത് നമ്മുടെ അറബിക് ഡിഷാണോ അതോ? അതെ, ഇതൊരു അറബിക് ഡിഷാണ്, ഇറാനി ഡിഷാണ്. അതെ, ഓക്കെ. അപ്പോൾ ഇതൊക്കെ എവിടെ നിന്നാണ് പൊക്കോണ്ട് വരുന്നേ? ഇവിടെ വേണ്ടത്തെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു വേറെ ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ? അതെ, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, പുള്ളിക്കാരനാണ് എനിക്ക് ഈ ഡിഷ് പറഞ്ഞു തന്നത്. അതെ, അതാണ് പാർട്ട്ണർ. അതെ, നമ്മുടെ ഈ ഫുഡ് ജോയിന്റിന്റെ പാർട്ട്ണർ ആയിട്ടുള്ള. അതെ, ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് പുള്ളിനെയും കൂടെ വിളിക്കാം അല്ലേ ടേസ്റ്റ് ചെയ്യുന്ന സമയം?
ഉറപ്പായിട്ടും. ഓക്കെ. എനിക്ക് തോന്നുന്നു ഷൈനത്താനെക്കാട്ടി കൂടുതൽ കുക്ക് ചെയ്യുന്നത് പുള്ളിയാണ്. കുക്ക് ചെയ്യാറുണ്ട്, ഒന്നിച്ച് കുക്ക് ചെയ്യാറുണ്ട്. എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുകയാണെങ്കിൽ പുള്ളിക്കാരൻ എനിക്ക് നല്ല രീതിയിൽ സപ്പോർട്ടായിട്ട് അതിൻ്റെ എൻ്റെ മിസ്റ്റേക്കൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞ് മനസ്സിലാക്കി തരാറുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ ഐറ്റവും ഫസ്റ്റ് കഴിച്ചു വെക്കുന്ന പുള്ളിക്കാരൻ. ഇതും നമ്മൾ ആ ഒരു ചപ്പാത്തിയുടെ ആ ഒരു പരുവത്തിനാണ് കുഴച്ചെടുക്കേണ്ടത്. ഒത്തിരി വെള്ളം കൂടി പോകാൻ പാടില്ല. വെള്ളം കൂടി പോകാൻ പാടില്ല. നമ്മൾ ചപ്പാത്തി മാവിൻ്റെ അതേ പരുവമായിരിക്കണം. അപ്പൊ നമ്മൾ എന്തായാലും ഇതിനെ നമുക്കിപ്പോ മാറ്റല്ലോ. നമ്മൾ എന്തായാലും ഓൾറെഡി ബാറ്റർ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ? അപ്പൊ എന്തായാലും നമുക്ക് അതിലേക്ക് പോയാലോ? ഓക്കെ, നമുക്കപ്പോൾ അതെടുക്കാം. ഓക്കെ. അപ്പൊ എന്തായാലും പരുവം വന്നിട്ട് ഈ രീതിയിൽ വേണം. ശരി. അപ്പൊ എന്തായാലും എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? ഏതാണ്ട് ഈ ഒരു ചപ്പാത്തി കുഴയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു പരുവല്ലേ, ആ ഒരു പരുവത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഇതൊരു 2 മണിക്കൂർ സെറ്റ് ആകാൻ വെക്കുമ്പോൾ ഈസ്റ്റ് ഉള്ളതുകൊണ്ട് ഒന്ന് പൊങ്ങി വരും. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. 2 മണിക്കൂർ ചെയ്തിട്ട് ഈ പരുവത്തിലാണ് ആക്കി എടുക്കേണ്ടത്. എന്നിട്ടാണ് 2 hours വെക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്തായാലും സെറ്റ് ചെയ്ത് വച്ചേക്കുന്നെടുക്കാം. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ എന്തായാലും സെറ്റ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ബാറ്ററിനെ എടുക്കാമല്ലോ. ഇനി എന്നാ ഓക്കെ. ബാറ്റർ ഇങ്ങനെയാണ് നമ്മളുടെ 2 hours സെറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഈസ്റ്റൊക്കെ ഉള്ളത് കാരണം അതൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചേക്കാണ്. കാണുന്നുണ്ടല്ലോ അല്ലേ? എത്രയും ആയിട്ടുണ്ട്. ഇനി എന്നാ ഇതിലെന്താ ചെയ്യാ? ഇത് നമ്മൾ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇതിപ്പോൾ ഇഫ്താർ സ്നാക്സിൻ്റെ കൂടെ ഇഫ്താർ ബോക്സിലുള്ളതാണോ? അതെ. നമ്മൾ ഈ ഐറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? നമ്മളിത് ലോഞ്ച് ചെയ്തത് ഈ നോമ്പിനാണ്. എങ്ങനെയുണ്ട് റെസ്പോൺസ്? എങ്ങനെയുണ്ട്? നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. കഴിച്ചവർക്ക് നല്ല അഭിപ്രായമായിരുന്നു. അപ്പം എപ്പോഴും എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും അതിൽ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് റിവ്യൂസ് നമുക്ക് ഇഷ്ടമാണ്. നെഗറ്റീവ് റിവ്യൂസും കേൾക്കാൻ ചാൻസ് ഉണ്ടല്ലോ. നമ്മൾ ഉണ്ടാക്കുന്ന എപ്പോഴും പെർഫെക്റ്റ് ആവണമെന്നില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു റിവ്യൂ അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് വന്നിട്ടുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ നെക്സ്റ്റ് ടൈം കറക്റ്റ് അത് നമ്മൾ കറക്റ്റ് ചെയ്യാറുണ്ട്. കസ്റ്റമറിനെ നമ്മളുടെ ഓരോ പ്രാവശ്യത്തെ ഇത് കഴിയുമ്പോൾ നമ്മൾ കസ്റ്റമറിനെ വിളിച്ച് റിവ്യൂ ചോദിക്കാറുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇത് വരികയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ടൈം അത് ക്ലിയർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇപ്പോൾ കേക്സിലായാലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും സ്നാക്സിലായാലോ ഉദ്ദേശിച്ച പോലെ എന്തെങ്കിലും വന്നില്ല എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും പരാതി വന്നു? അങ്ങനെയൊന്നും വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു പരാതിയായിട്ട് വന്നിട്ടില്ല. എങ്കിലും ചെറിയ മിസ്റ്റേക്സ്. അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞു, നമ്മളത് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു റെക്ടാങ്കിൾ ഈ ഷേപ്പിലാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് ഒരു 5-6 ഇതേപോലെ കുറച്ച് പരത്തി ഇട്ടിട്ട് ഒരുമിച്ച് പൊരിച്ചെടുക്കാം. അതായിരിക്കും. ഓക്കെ. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് 2 പരത്തി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പൊരിച്ചെടുക്കാം. ഓക്കെ. ഇത് നല്ല ചൂട് എണ്ണയിൽ വേണം നമുക്കിത് വേണ്ടത്. ഇവിടെ സ്നാക്സ് മാത്രമല്ല കേക്ക്സും പിന്നെ പൊതിച്ചോറ് ഇപ്പോഴും ഈ ടൈമിലുണ്ടോ? അതെ, ഉണ്ട്. നമ്മുടെ ഇഫ്താർ ടൈമിലും ഉണ്ട്. ഇഫ്താർ ടൈമിലും. ഓക്കെ. അപ്പോൾ പൊതിച്ചോറ് അവൈലബിൾ ആണ്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ലഞ്ചിന് പൊതിച്ചോറും പിന്നെ ബിരിയാണി അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറക്കണ്ട, ബേക്ക്ഡ് ആൻഡ് കുക്ക്ഡ് എന്നാണ് പേര്. കോൺടാക്ട് നമ്പർ എന്ന് പറഞ്ഞു കൊടുത്തേ. 7012-847-606. ശരി. അവിടെ കഴിഞ്ഞു പോകും നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതേ നമ്മുടെ ഖമീർ ഇവിടെ റെഡി ആയിരിക്കുകയാണ് അല്ലേ? അതെ. ഇനി എന്താണ് ഇതിലേക്ക്? നമ്മുടെ ഹണി ഒഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായില്ല? അതെ, നമുക്ക് ഹണി ഒഴിക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് അല്ലേ? അതെ. സോ നമ്മുടെ ഖമീർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അതിനു മുന്നേ നമ്മൾക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളെ കൂടെ പരിചയപ്പെടുത്തണമല്ലോ അല്ലേ? ഫ്രണ്ട് അല്ലേ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അപ്പോൾ നമുക്ക് പുള്ളിനെ കൂടെ വിളിച്ചിട്ട് ടേസ്റ്റ് ചെയ്യാം.
വിളിക്കാം അപ്പോൾ നമുക്ക് ഫ്രണ്ടിനെ വിളിക്കാം. പെൻസിൽ വന്നോളൂ. അപ്പം അങ്ങനെ നമ്മളുടെ ഖമീറിൻ്റെ അല്ലേ, ഖമീർ ഖമീർ നമ്മളിത് ടേസ്റ്റിംഗ് മാത്രമേ ഉച്ചാരണം ശരിയാക്കണം എന്ന് നിർബന്ധമില്ല. അപ്പൊ എന്തായാലും എന്താണ് ഹമീറാണ്. അതാണ്. അപ്പൊ എന്തായാലും ആ പറഞ്ഞ ഐറ്റം തന്നെയാണ് ഇത്. ടേസ്റ്റ് ചെയ്യാൻ മുന്നേ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫ്രണ്ടിന് പറഞ്ഞു കൊടുത്തത് ഈ ഫ്രണ്ടാന്ന് പറയുന്നത്. നമ്മുടെ പേരും എന്താണ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടുപേരും ഒന്നിച്ചാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ബട്ട് സ്റ്റിൽ വാട്ട് ഡു യു ഡു ലൈക്ക് അതർ ദാൻ ദിസ്? Okay. What's your good name, please? Tanzeel Habib. Tanzeel. Okay, Tanzeel എന്നാണ് പേര്. Okay. So engineer ആണ് ബേസിക്കലി. So I was in Hyderabad. അപ്പോൾ ലോക്ക്ഡൗണിൻ്റെ ഭാഗമായിട്ട് തിരിച്ച് നാട്ടിൽ വന്നു. അപ്പോൾ അങ്ങനെയാണ് ഐ സ്റ്റാർട്ട് ആയിരുന്നു. വളരെ ഒരു ബേസിക് സ്കെൽറ്റൽ സ്ട്രക്ചറിലായിരുന്നു ആദ്യം പോയിക്കൊണ്ടിരുന്നത്. സോ ഐ തോട്ട് ഇറ്റ് റിക്വയർസ് ലിറ്റിൽ മോർ അപ്ലിഫ്റ്റ്മെന്റ്. സോ അതുകൊണ്ട് അവിടുന്ന് എനിക്ക് എനിക്ക് ഭയങ്കര ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ്. സോ അതിൻ്റെ ഒരു സെൻട്രൽ സ്ഥലമാണ് ഹൈദരാബാദ്. അപ്പോൾ അങ്ങനെ മുക്കം മുതൽ മൂല വരെ, ഓൾഡ് സിറ്റി മുതൽ ന്യൂ സിറ്റി വരെ ഇങ്ങനെ കഴിച്ച് ഫ്ലേവറിന് ആൾക്കാരുടെ ഇഷ്ടമുള്ള സാധനം ട്രിവാൻഡ്രത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നായിരുന്നു എൻ്റെ ഒരു ഭയങ്കര ഒരു ആഗ്രഹം. സോ അതുകൊണ്ട് ബേക്കിനൊക്കെ പണ്ട് ഒരു എക്സ്ക്ലൂസീവ്ലി സ്നാക്ക് ബേസ് സിസ്റ്റം ആയിരുന്നു. സോ ഐ കേം ആൻഡ് പുട്ട് അപ്പ് ഇൻടു സ്നാക്സ് വിച്ച് ഇസ് നോട്ട് അവൈലബിൾ ആയിട്ട്. സോ ലോഞ്ച് നമ്മുടെ അതേപോലെ വേറെ സാധനം പെനും പ്രൊഡക്ഷൻ ചെയ്തോളൂ അറിഞ്ഞൂടെ. ദാറ്റ് ഇസ് അഗൈൻ ടൈ സ്ട്രീറ്റ് ഡിഷ്. അപ്പോൾ അതേപോലെ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അതേ ഒരു ലോഞ്ചാണ് ഖമീർ. ബേസിക്കലി ഇറ്റ് ഇസ് എ സ്നാക്ക് ദാറ്റ് ഇസ് ഇൻ ഇമാറാത്തി. സോ ഇറാനിയൻ, മിഡിൽ ഈസ്റ്റ്, UAE അങ്ങനത്തെ സെക്ടർ ഞാൻ അബുദാബിയിലാണ് പഠിച്ചോളുന്നത്. സോ എനിക്ക് കുറച്ച് എല്ലാ സാധനത്തിലും മിഡിൽ ഈസ്റ്റേൺ ടച്ച് എനിക്കുണ്ട്. സോ അങ്ങനെയാണ് ഖമീർ. അപ്പോൾ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു സ്റ്റോറി അങ്ങനെ എന്തെങ്കിലും? ഇത് ബേസിക്കലി ഓൾഡൻ പണ്ട് നമ്മൾ ഈ മൺകാലത്തിൽ നമ്മൾ ഈ എന്താ പറയുക റുമാലി റൊട്ടി ഒക്കെ ചെയ്യും, അതേപോലെ എല്ലാം മണ്ണിലിട്ടായിരുന്നു പണ്ട് ചെയ്തോണ്ടിരുന്നത്. ഇപ്പോഴാണ് നമ്മൾ അതിൻ്റെ ഒരു ന്യൂ വേർഷനായിട്ട് എണ്ണയിലോട്ടുള്ള ഒരു ലോഞ്ച്. അന്ന് നോർമലായിട്ട് ഇരുന്ന് പൊങ്ങി വരുന്ന ഒരു രീതി തന്നെയായിരുന്നു പണ്ടത്തെ ഖമീർ. അതിൻ്റെ ബ്രെഡ്സ് ആയിട്ടും അവൈലബിൾ ആണ്, വലിയ രീതിയിലുള്ള ബ്രെഡ്. സ്വീറ്റ് ഇതൊരു മീഡിയം സ്വീറ്റ് ആണ്, എക്സ്ട്രീംലി സ്വീറ്റ് അല്ല, അങ്ങനത്തെ ഒരു ഡിഷാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും രണ്ടുപേരുടെയും കൂടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്? ഒരു സ്കെയിൽ അപ്പ്, ഒരു അപ്സ്കെയിൽ റെസ്റ്റോറന്റ് അല്ലാതെ ജസ്റ്റ് ബേക്കറി, ഒരു ഈറ്റ് ഔട്ട് സൈഡ്. We have a lot of cafes, like Trivandrum is filled with a lot of cafes. So we think there is a joint where we have just snacks, snack bar, simple word. So all type of snacks, world പല സ്നാക്സിനെ കൊണ്ട് ജോയിൻ ചെയ്യാനുള്ള ഒരു സ്പോട്ട് ഞങ്ങൾ ഇറ്റ്സ് അണ്ടർ കുക്കിംഗ്. അപ്പോൾ എന്തായാലും നമ്മുടെ ട്രിവാൻഡ്രത്തുള്ളവർക്ക് വളരെ നല്ലൊരു ന്യൂസാണ്, സ്പെഷ്യൽ ന്യൂസാണ്. പ്രത്യേകിച്ച് പറഞ്ഞ പോലെ തന്നെ കഫേസൊക്കെ ഇപ്പോൾ ഒരുപാടുണ്ട്. സോ എക്സ്ക്ലൂസീവ് ഫോർ സ്നാക്സിനൊരു കൗണ്ടർ പോലെയോ അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി വെരി ഗുഡ് ആൻഡ് യെസ് ഗ്രേറ്റ്. സോ നമുക്കിത് ടേസ്റ്റ് ചെയ്താലോ? Please. ഓക്കെ, യു ക്യാൻ സ്റ്റാർട്ട്. Please. ഓ സോറി, ടേസ്റ്റിങ്ങിന് ഞാൻ വലിയ കാര്യത്തിൽ പറഞ്ഞു, രണ്ടുപേരും നോമ്പാണ് കേട്ടോ. സോ ഞാൻ വിട്ടുപോയി. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ എന്തായാലും രണ്ടുപേർക്ക് നോമ്പായതുകൊണ്ട് ഫുള്ള് ഞാൻ കഴിച്ചോളാം കേട്ടോ. എന്തായാലും നോക്കട്ടെ. ഒരു രക്ഷയില്ല കേട്ടോ, ശരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ഡിഷ് പറഞ്ഞെന്ന ആൾക്കും താങ്ക് യു സോ മച്ച്, ഉണ്ടാക്കി തന്ന ആൾക്കും താങ്ക് യു സോ മച്ച്. ഞാൻ ധന്യയായി ശരിക്കും കേട്ടോ. എന്തായാലും ഡെഫിനറ്റ്ലി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എല്ലാ എപ്പിസോഡ്സിലും ഞാൻ പറയാറുണ്ട്, ഈ ഡിഷൊക്കെ കാണുമ്പോഴത്തേക്കും ഉണ്ടാക്കി നോക്കുക. ബേസിക്കലി ഞാനൊരു മടിച്ചായതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയി ട്രൈ ചെയ്ത് നോക്കാറില്ല. എന്നാലും നമുക്കിവിടെ ഉണ്ടാക്കി തരാനായിട്ട് ഇവിടെ കയ്യിലുള്ള ആളുണ്ട്. സോ എന്തായാലും എല്ലാവരും ഷഹനത്താനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഖമീർ അല്ലേ, ഖമീർ ഈ ഐറ്റം ഉണ്ടാക്കി തരുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു ബോത്ത് ഓഫ് യു, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഗ്മെൻറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ മറ്റൊരു ഐറ്റവുമായിട്ട്. അതുവരെ ഇറ്റ്സ് ബൈ ഫ്രം 3 of us.